അങ്ങനെ രാജസ്ഥാനും IPL നിന്ന് പുറത്തായിരിക്കുകയാണ്. ഇന്ന് മുംബൈക്കെതിരെയാണ് രാജസ്ഥാൻ കളി തോറ്റിരിക്കുന്നത്. മുംബൈ ഇന്ന് മികച്ച വിജയമാണ് സ്വന്തമാക്കിയത്. കഴിഞ്ഞ മത്സരത്തിൽ അടിച്ചു കളിച്ച വൈഭവ് സൂര്യവംശി പെട്ടെന്ന് ഔട്ടായതാണ് രാജസ്ഥാന് തിരിച്ചടിയായത്. അപ്പോൾ ഇന്നത്തെ രാജസ്ഥാൻ മുംബൈ മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. പതിവ് പോലെ തന്നെ മുംബൈ ഇന്ത്യൻസ് ആക്രമണ ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചത്. രോഹിത് ശർമ്മ ഇന്നും 50 അടിച്ചു. ഓപ്പണിംഗിൽ വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് മുംബൈ ഇന്ത്യൻസ് പുറത്തെടുത്തത്. റിക്കൾട്ടനും രോഹിത് ശർമ്മയും കൂടി മുംബൈ ടീമിനെ മുന്നോട്ട് നയിച്ചു. രണ്ടുപേരും ഇന്ന് 50 അടിച്ചിട്ടുണ്ടായിരുന്നു. പവർ പ്ലേ ഓവറുകളിൽ മുംബൈ ടീമിന്റെ ഒരു വെടിക്കെട്ടാണ് നമ്മൾ ഇന്ന് കണ്ടിട്ടുണ്ടായിരുന്നത്. മുംബൈക്ക് രാജസ്ഥാൻ ഒരു എതിരാളി പോലും അല്ലായിരുന്നു. മികച്ച ബാറ്റിംഗ് ആണ് മുംബൈ ഇന്ന് കാഴ്ചവെച്ചത്. അങ്ങനെ ഇന്ന് മുംബൈ 20 ഓവറിൽ 2 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി 217 റൺസാണ് അടിച്ചുകൂട്ടിയത്. രാജസ്ഥാൻ ബൗളേഴ്സ് നാണം കെട്ടു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മുംബൈ ടീമിന്റെ വിക്കറ്റ് നേടാൻ സാധിക്കാതെ കഷ്ടപ്പെടുന്ന രാജസ്ഥാനെയാണ് നമ്മൾ ഇന്ന് കളിക്കളത്തിൽ കണ്ടത്. പിന്നീട് രാജസ്ഥാൻ സെക്കൻഡ് ബാറ്റിംഗിന് ഇറങ്ങി. രാജസ്ഥാനെ തുടക്കം തന്നെ പിഴയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ചേസ്വാളും വൈഭവുമായിരുന്നു ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. കളിയുടെ 4ാം ബോളിൽ തന്നെ വൈഭവ് ഔട്ടായി. കഴിഞ്ഞ കളി സെഞ്ചുറി അടിച്ച വൈഭവ് ഇന്ന് ഡെക്കിലാണ് പുറത്തായത്. അത് രാജസ്ഥാന് തിരിച്ചടിയായിരുന്നു. ദീപക് ചഹറാണ് മുംബൈ ടീമിന് ആദ്യ ബ്രേക്ക് ത്രൂ സമ്മാനിച്ചത്. പിന്നീട് അങ്ങോട്ടും രാജസ്ഥാന്റെ വിക്കറ്റ് പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. റാണ, പരാഗ്, ഹെയ്മർ തുടങ്ങി എല്ലാവരും പെട്ടെന്ന് കൂടാരം കയറി. ഇതോടുകൂടി രാജസ്ഥാൻ തോൽവി അടിയറ വെച്ചു. 60 റൺസ് ആകുമ്പോഴേക്കും 5 വിക്കറ്റ് രാജസ്ഥാന്റെ പോയിട്ടുണ്ടായിരുന്നു. രാജസ്ഥാൻ പതിവ് പോലെ തന്നെ മോശം കളിയാണെന്ന് കാഴ്ചവെച്ചത്. കഴിഞ്ഞ മത്സരത്തിൽ വൈഭവ് മാത്രമാണ് കളിച്ചത്. അതുകൊണ്ടാണ് രാജസ്ഥാൻ ജയിച്ചത്. ഇന്ന് വൈഭവ് പെട്ടെന്ന് ഔട്ടായതുകൊണ്ട് രാജസ്ഥാൻ കളി തോറ്റു. ഇനി രാജസ്ഥാന് പ്ലേ ഓഫ് പ്രതീക്ഷയില്ല. CSK പോലെ തന്നെ രാജസ്ഥാനും പുറത്തായിരിക്കുകയാണ്. ഇനി രാജസ്ഥാനെ അടുത്ത സീസണിൽ നോക്കാം. മുംബൈ ഇപ്പോൾ IPL മികച്ചൊരു ടീമാണ്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.